സോളാർ പാനലിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. കറുത്ത ബോക്സ് 24 വോൾട്ട് ഔട്ട്പുട്ട്. ഇത് 250 വാട്ട്സിൻ്റെ 24 വോൾട്ട് DC പാനലാണ്. ഇവിടെ സോളാർ പാനലിൻ്റെ 24 വോൾട്ട് ഔട്ട്പുട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്വിച്ച് ഇപ്പോൾ ഓഫാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിൻ്റെ റീഡിംഗ് ഇപ്പോൾ കണ്ടോളൂ. വോൾട്ടേജ് 0 ആണ്. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. സ്വിച്ച് ഓൺ ചെയ്തു. 24 വോൾട്ട് പാനലിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന വോൾട്ടേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. 27 വോൾട്ട്. സ്വിച്ച് ഓഫ് ചെയ്തു. മൾട്ടിമീറ്റർ ഓഫ് ചെയ്തു. ഇവിടെ ചാർജ് കൺട്രോൾ കണക്ട് ചെയ്യുന്നത് കാണിക്കാം. സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിൽ ചാർജ് കൺട്രോൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ബാറ്ററിയിലേക്ക് ചാർജ് കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജാണ് കാണുന്നത്. 11.7. ബാറ്ററി ടെർമിനൽസ് റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. ഇത് വയറിങ്. സ്വിച്ചിൽ നിന്നും കൺട്രോളറിലേക്കും കൺട്രോളറിൽ നിന്നും ബാറ്ററിയിലേക്കും. അതാണ് വയറിങ്. സ്വിച്ച് ഓൺ ചെയ്യാം. പാനലിൽ നിന്നുള്ള വോൾട്ടേജ് ഓൺ ചെയ്തപ്പോൾ കിട്ടിയ ബാറ്ററിയുടെ വോൾട്ടേജ് ഉണ്ടോ? 12.2 വോൾട്ട്. മുമ്പേ കണ്ടത് 11.7. അതായിരുന്നു ബാറ്ററിയുടെ വോൾട്ടേജ്. ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ് നടക്കുന്നതിൻ്റെ സിഗ്നൽ കണ്ടോ? ബ്ലാക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്തു. വോൾട്ടേജ് നോക്കിക്കോളൂ. 11.8. 0.1 ഇൻക്രീസ് ചെയ്യും. ഇനി വീണ്ടും ചാർജ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്ററി ആദ്യം കണക്ട് ചെയ്തിട്ട് മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാവൂ. ബാറ്ററി ടെർമിനൽസ് ചാർജ് കൺട്രോളറിൽ കണക്ട് ചെയ്തതിന് മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാവൂ. ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.